എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെയിൽ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്നിയും മസാലയും കൂടി ഒരുമിച്ച് കടുക് വറുക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടം മസാല ദോശയാണ്. അപ്പോൾ ഞാൻ കൂടുതലും അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ദോശ, പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. നിങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കൽ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. രാവിലെ എനിക്ക് എളുപ്പതാണ് ഉണ്ടാക്കാൻ. ഇത് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആവാനൊക്കെ ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ അധികം ഇത് തന്നെയാണ് ഉണ്ടാക്കാറ്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ഞങ്ങളെ ഈ ഭാഗത്ത് ഈ ദോശ ഉണ്ടാക്കൽ വളരെ കുറവാണ്. അധിക പേരുണ്ടാക്കൽ കാണലില്ല. മലപ്പുറം ജില്ലയിൽ സാധാരണ ഈ ദോശ അധിക പേരും ഉണ്ടാക്കലില്ല. ചെറിയ ആൾ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിന് 10ാം ക്ലാസ് ആയത് കാരണം ട്യൂഷൻ നേരത്തെ തുടങ്ങി. രാവിലെ തന്നെ ഭയങ്കര വെയിലാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഞങ്ങളെ ഈ ഭാഗത്ത്. പിന്നെ അധികം ചുറ്റും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. രാത്രി ചൂടാണ്, പകലും ചൂടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം കുക്കറിൽ ഇട്ട് കൊടുത്ത് ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ്. ഒന്നിച്ച് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ തേങ്ങ കൊത്തും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബീഫ് വേവിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഉലുവ ഇട്ടെടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കാറ്. ബീഫെല്ലാം വേവിച്ചെടുത്തു. ഇനി ഇത് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് താളിച്ചതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അതുപോലെ ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ബീഫെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വേവിച്ചെടുക്കുമ്പോഴുള്ള വെള്ളം തന്നെയാണ് ഇതിൽ. അപ്പോൾ ഗീ റൈസിലേക്ക് ഇത്ര തന്നെ ആവശ്യമുള്ളൂ, കരട് ആവശ്യമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് സവാളയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതിയാവും ഇത് വേവിച്ചെടുക്കാൻ. ഒന്ന് അടച്ച് വെച്ച് ഇത് വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. റൈസെല്ലാം റെഡിയായി. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച ഒനിയനും അതുപോലെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തൈരിലിട്ട ഉള്ളിയും അതുപോലെ തേങ്ങാ ചമ്മന്തിയും മാങ്ങച്ചാറും ബീഫുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.